മികച്ച വ്യക്തിത്വം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മുടെ മനോഭാവവും മാറേണ്ടതായിട്ടുണ്ട്. പലരും അവരെ കുറ്റപ്പെടുത്തുവാനോ വിമർശിക്കുവാനോ ആക്ഷേപിക്കുവാനോ ഇഷ്ടപ്പെടാത്തവരാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അവരെ ന്യായീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. നിങ്ങൾ എത്രമാത്രം തെളിവുകളോടും ശക്തിയോടും നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ വിമർശിക്കുന്ന വ്യക്തി അത്രമാത്രം വാചാലനാകും. തെറ്റുപറ്റി എന്ന് നാം മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതിക്കുകയാണെങ്കിൽ അവരിൽ നിന്നും കൂടുതൽ മതിപ്പ് നമുക്കുണ്ടാകുവാൻ കഴിയും. ഒരിക്കൽ വേഗതയിൽ വണ്ടി ഓടിച്ചു കൊണ്ടുവന്നിരുന്ന വിഷ്ണു എന്ന ചെറുപ്പക്കാരനെ ട്രാഫിക് പോലീസുകാരൻ കൈ കാണിച്ചു നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ പോലീസുകാരന്റെ അടുത്തേക്ക് വന്ന് വളരെ വിനീതമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ അല്പം സ്പീഡിൽ വണ്ടി ഓടിച്ചു അല്ലേ. വിഷ്ണുവിന്റെ ഈ നിഷ്കളങ്കമായ സംസാരം കേട്ടപ്പോൾ ട്രാഫിക് പോലീസുകാരന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കുറ്റം നിഷേധിക്കുകയാണ് സാധാരണയായി കേൾക്കാറുള്ളത്. ഈ വ്യക്തി എത്ര സൗമ്യമായി കുറ്റം സമ്മതിക്കുന്നു. ഫലമോ യാതൊരു വ്യക്തി കേസുമില്ലാതെ യാതൊരു പിഴയും ഈടാക്കാതെ വളരെ സന്തോഷമായി ഒരു ചെറിയ താക്കീതും കൊടുത്ത് ട്രാഫിക് പോലീസുകാരൻ വിഷ്ണുവിനെ പറഞ്ഞയക്കുകയാണ്. നമുക്ക് എപ്പോഴെങ്കിലും തെറ്റുപറ്റിയാൽ സത്യസന്ധതയോട് അവരോട് ക്ഷമ ചോദിക്കാൻ നല്ല ഒരു മനസ്സ് നമുക്കുണ്ടാകണം.